രാവിലെ തന്നെ സഭ ഇളകി മറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നും താരം സതീശൻ തന്നെയാണ്. റിയാസ് ഉത്തരം പറയാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കണം, ഒരക്ഷരം മിണ്ടരുത് എന്നാണ് സതീശന്റെ ഭാഗം. ഒടുക്കം ഹെഡ് മൈക്ക് വെക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പെട്ടുപോവുകയായിരുന്നു മന്ത്രി റിയാസ്. അനൂപ് ജേക്കബ് ചോദ്യം ചോദിച്ചപ്പോൾ സമയം അല്പം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ ബഹളം വെച്ചു. എന്നാൽ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അത് കൃത്യമായി പറഞ്ഞു വെക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങളോട് മാത്രം സമയം കഴിഞ്ഞു എന്ന് പറയുന്നത് നല്ലതല്ല എന്നുമൊക്കെയാണ് സതീശൻ തുറന്നടിച്ചത്. പിന്നെ കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന റിയാസിനെ സംരക്ഷിക്കാൻ മന്ത്രി പി രാജീവ് എഴുന്നേറ്റു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. സതീശന് മുമ്പിൽ 24 വർഷത്തിന്റെ പഴങ്കഥ പറയാനുണ്ടായിരുന്നു എന്താണ് സഭയ്ക്കുള്ളിൽ നടന്നത് എന്നതിന്റെ. ഇത്തരത്തിൽ അടിച്ചിരുത്തുന്നതാണ് രാവിലെ തന്നെ സഭ കുലുക്കിക്കൊണ്ടുള്ള കാഴ്ച. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ കാര്യം ഇന്നലെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സാർ. സമയാവുന്നതുകൊണ്ടാണ്, ആൻസർ വേണ്ടതുകൊണ്ടാണ്. ലുക്ക് എല്ലാം ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അതിന് ആൻസർ വേണ്ടതുകൊണ്ടാണ്. 10 മണിയായി. പ്ലീസ് അങ്ങ് പറഞ്ഞോ. യെസ് പറയാ അങ്ങ് പറഞ്ഞ ആൻസർ ചെയ്തോ പ്ലീസ് ഞാൻ പറയാം. അങ്ങ് ആൻസർ ചെയ്തോ മിനിസ്റ്റർ. യെസ് ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞോട്ടെ, കംപ്ലീറ്റ്. എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ചെയർ പിന്നെ ക്ലിയർ ചെയ്യാം. യെസ് അങ്ങ് പറഞ്ഞോ മിനിസ്റ്ററെ. ചെയർ 10 മണി കഴിഞ്ഞു. ഇന്നലെ ഈ വിഷയത്തിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നത് ഒരു കാര്യമില്ലാതെ ഇറങ്ങിപ്പോയോണ്ട് കേൾക്കാത്ത പ്രശ്നമാണ്. അതൊന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരു മുതിർന്ന അംഗമായതുകൊണ്ടാണ് അവസരം കൊടുത്തത്. അദ്ദേഹം സമയം ഏതാണ്ട് എത്തിയിട്ടുണ്ട്. 10 മിനിറ്റോട് അടുക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ആൻസർ കിട്ടേണ്ടതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണം. അല്ലാതെ അദ്ദേഹത്തെ ഡിസ്റെസ്പെക്ട് ചെയ്തല്ല. ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ടെന്നുള്ളതാണ്. പ്രതിപക്ഷത്ത് നിന്ന് ചോദിച്ച എല്ലാ അംഗങ്ങളുടെയും കാര്യത്തിൽ അങ്ങ് 25-30 സെക്കൻഡ് ആയപ്പോൾ അങ്ങ് ഇടപെടുമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാതെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഏത് കാലത്താണ് ഈ നിയമസഭയിലെ ഞങ്ങളൊക്കെ 10-24 വർഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഏത് കാലത്താണ് നിങ്ങൾ അഭിനന്ദിച്ചിട്ടല്ലേ ഭരണപക്ഷി അംഗങ്ങൾ ഗവൺമെന്റിനെയും മന്ത്രിമാരെയും അഭിനന്ദിച്ചിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, ഒരു വിഷയം പറഞ്ഞിട്ട് ആണ് ചോദിക്കുന്നത്. 20 സെക്കൻഡും 30 സെക്കൻഡും ആകുമ്പോൾ അങ്ങ് ഇടപെടുവാണെങ്കിൽ ഞങ്ങൾ ചോദ്യോത്തര വേള ബഹിഷ്കരിച്ചേക്കാം. അതാണ്. ഇത് നമ്മൾ ഈ സഭയിൽ തുടർച്ചയായിട്ട് സ്പീക്കറുടെ ഇത്തരത്തിലുള്ള അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതി അങ്ങേറ്റം തെറ്റാണ്. ഞാൻ പറയട്ടെ ഇവിടെ ബഹുമാനായ അംഗം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയർ അംഗത്തിന് പ്രത്യേകമായിട്ടൊരു അവസരമാണ് കൊടുത്തത്. ഈ ഇടപെടൽ വഴി യഥാർത്ഥത്തിൽ ചോദ്യോത്തര വേളയിൽ മറുപടി തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും തന്നെ ധാരണയോടുകൂടി പോകുന്നതാണ് സഭയ്ക്ക് പൊതുവെ നല്ലത്. ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടിയും പരമാവധി ചുരുക്കി തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ആ രൂപത്തിൽ ഉൾക്കൊണ്ടു പോവുകയാണ് എപ്പോഴും നല്ലത്. ചെയറിന്റെ ഒരു അഭിപ്രായം, ഞാൻ ഒരിക്കൽ പാർലമെന്ററി പ്രൊസീജിയർ പറയണ്ടായി. പാർലമെന്റിൽ നമ്മൾ ഉത്തരം മേശപ്പുറത്ത് വയ്ക്കാറുള്ളൂ, അത് ഇവിടെയും സ്വീകരിക്കാതെ അങ്ങനെ പറയുന്നിരുന്നു. ഇപ്പൊ മിക്കവാറും ഞങ്ങൾ ഉത്തരങ്ങളൊന്നും വായിക്കുന്നേ ഇല്ല. കാരണം ഇവിടെ വച്ചിരിക്കുന്ന ഉത്തരങ്ങൾ വായിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. പൂർണ്ണമായിട്ടും വായിക്കാം. അങ്ങേക്ക് വേണമെങ്കിൽ മേശപ്പുറത്ത് വയ്ക്കാമോ എന്ന് ചോദിക്കാനേ കഴിയുള്ളൂ സാധാരണഗതിയിൽ. ഞങ്ങളത് മേശപ്പുറത്ത് വയ്ക്കുന്നത് തന്നെ അംഗങ്ങൾക്ക് പരമാവധി ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കിട്ടണമല്ലോ എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ടേബിൾ ചെയ്തത്. ഇവിടെ ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ആൻസർ റിപ്ലൈ ചെയ്തു. ആ റിപ്ലൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബിന് ഏതാണ്ട് 10 മണിയോട് അടുക്കുമ്പോഴാണ് അദ്ദേഹം വളരെ മുതിർന്ന അംഗമായതുകൊണ്ട് മുൻ മിനിസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുത്തത്. ഞാൻ ചെയർ ഇന്റർവ്യൂ ചെയ്തത് അതിന് ആൻസർ കിട്ടേണ്ടതാണ്, അല്ലാതെ അദ്ദേഹത്തെ ഡിസ്റെസ്പെക്ട് ചെയ്തതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, മുതിർന്ന അംഗങ്ങളാണ് പലപ്പോഴും 1 മിനിറ്റ് എക്സീഡ് ചെയ്യുന്നത്. 1 മിനിറ്റ് തന്നെയുള്ള ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ആൻസർ കിട്ടും? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ചെയർ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ഒരു 45 സെക്കൻഡിനുള്ളിൽ ആക്കിയാൽ മിനിസ്റ്റേഴ്സിന് റിപ്ലൈ ചെയ്യാൻ പറ്റും. പരമാവധി ആൾക്ക് അവസരം കിട്ടും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 10 ചുവടെ അംഗങ്ങൾക്ക് മാത്രമേ ഈ ചോദ്യത്തിനുള്ള അവസരം കിട്ടേണ്ടതുള്ളൂ. അതിൽ ഉമാ തോമസ് ആബ്സെന്റ് ആണ്. മറ്റ് ചിലർ ഫ്രീക്വൻ്റായി കൃത്യമായി വരാത്തത് കൊണ്ടാണ്. ഏതാണ്ട് എല്ലാ ആളുകൾക്കും പ്രസന്റേഷൻ കിട്ടിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ അവറിൽ. അപ്പോൾ അതുകൊണ്ട് ചെയർ കരുതുന്നത് പരമാവധി ആൾക്ക് അവസരം കൊടുക്കും.